കോഴിക്കോട് ബീച്ച്. ഇവിടെ തിരമാലകൾ ഹൃദയത്തിൻ്റെ താളം പോലെ മിടിക്കുന്നു. എന്നാൽ ഈ തീരത്തൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹം പക്ഷികളുടെ ചിറകുകളിൽ വിരിയുന്നു. കഴിഞ്ഞ 37 വർഷങ്ങളായി മുടങ്ങാതെ പരുന്തുകൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകുന്ന ഈ ഹൃദയം നമ്മോട് പറയുന്നത് സ്നേഹത്തിൻ്റെ അനന്തമായ ശക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടുനോക്കൂ. സൈക്കിളിൽ മാംസാവശിഷ്ടങ്ങൾ രാവിലെ തന്നെ ശേഖരിക്കുന്നു. മാംസക്കടകളിൽ നിന്ന് അവശിഷ്ടങ്ങൾ വാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം. ഓരോ രാവിലെയും അസീസിൻ്റെ ഹൃദയം ഉണരുന്നത് ഈ ജീവികൾക്കായാണ്. 52 വയസ്സായി അദ്ദേഹത്തിന്. ഒരു സാധാരണ സ്ക്രാപ്പ് ഡീലറുടെ ജീവിതമാണ്. പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അപാരമായ കരുണയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ ദിനചര്യ അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ താളമാണ്. ദാരിദ്ര്യത്തിനിടയിലും സ്നേഹം മാത്രം അദ്ദേഹത്തിന് മിച്ചമാവുന്നു. 15 വയസ്സ് മുതൽ അദ്ദേഹം ഇത് ചെയ്തു വരുന്നു. പക്ഷികൾ വരുമ്പോൾ അവരുടെ ചിറകുകളിൽ എൻ്റെ ഹൃദയം പറക്കുന്നത് പോലെയാണ്. മനസ്സിനൊരു സമാധാനം, ഒരാനന്ദം. ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്ത്? അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ ജീവിക്കുന്നത് പോലെ തോന്നുന്നു. അസീസ്ക നാമുമായി പങ്കുവെക്കുന്നു. ഉച്ച സമയം അസീസ്ക ബീച്ചിലെത്തുന്നു. അദ്ദേഹം വിസിലടിക്കുമ്പോൾ ആകാശത്ത് നിന്ന് പരുന്തുകളും പക്ഷികളും ഇറങ്ങി വരുന്ന ഹൃദയസ്പർശിയായ ദൃശ്യങ്ങൾ. അസീസിൻ്റെ വിസിൽ മുഴങ്ങുമ്പോൾ ആകാശം ജീവനുള്ളതാകുന്നു. പക്ഷികൾ ഒത്തുചേരുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിളിയോടാണ്. മാംസാവശിഷ്ടങ്ങൾ വിതറുമ്പോൾ അത് ഭക്ഷണമല്ല, ഹൃദയത്തിൻ്റെ ദാനമാണ്. ഈ ബന്ധം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അനശ്വരമായ പ്രണയം പോലെ. കോഴിക്കോടിൻ്റെ തെരുവുകളിൽ വളർന്ന അസീസ് ദാരിദ്ര്യത്തിൻ്റെ കൈപ്പറിഞ്ഞാണ് ജീവിതം തുടങ്ങിയത്. പക്ഷേ 33 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ ശീലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സ്ക്രാപ്പ് ബിസിനസ്സിലെ ചെറിയ വരുമാനം പോലും ഈ ജീവികൾക്കായി അദ്ദേഹം മാറ്റിവെക്കുന്നു. ഇത് കടമയല്ല, ഹൃദയത്തിൻ്റെ വിളിയാണ്, അസീസ്ക പറയുന്നു. ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ വേദനകൾ ഞാൻ മറക്കുന്നു. ദൈവം എനിക്ക് നൽകുന്നു, ഞാൻ അവർക്ക് തിരിച്ചു നൽകുന്നു. ഇത് എൻ്റെ ജീവനാണ്, എൻ്റെ സന്തോഷം. അസീസിൻ്റെ കഥ നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ എത്ര സ്നേഹം ഒളിഞ്ഞിരിക്കുന്നു. ഇതേപോലെ ചെറിയ പ്രവൃത്തികൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പ്രകൃതിയോട്, ജീവികളോട് കൂടുതൽ സ്നേഹം നൽകാൻ നിങ്ങളുടെ ഹൃദയം തൊടുമോ? അസീസിൻ്റെ ഈ ജീവിതം. പക്ഷികൾക്കായുള്ള ഭക്ഷണ വിതരണം കാണുന്നതിനായി നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഈ സമയം ബീച്ചിലേക്ക് എത്തുന്നത്. വിജനമായ ആകാശത്ത് അദ്ദേഹത്തിൻ്റെ വിസിലൊച്ച കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് പക്ഷികൾ വട്ടമിട്ടു പറക്കും. ഈ വിസിലൊച്ച ഭക്ഷണ വിതരണത്തിനുള്ള സൂചനയാണ്. ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വിസിൽ വിളിക്കും. അത് കഴിഞ്ഞാൽ അനന്തമായ ആകാശത്തിലേക്ക് പക്ഷികളെല്ലാം പറന്നു പോവുകയും ചെയ്യും. അസീസ്കയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഇതിനായിട്ടുള്ള ഒരു ബന്ധം ചെറുപ്പം മുതലേ എല്ലാവർക്കും അറിയപ്പെടാനുള്ള, എൻ്റെ നാട്ടുകാർക്കും പുറമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. വിശപ്പ് അറിയുന്നവർക്ക് വിശപ്പിന്റെ വില അറിയാം, എല്ലാത്തവർക്കും അറിയില്ല. എല്ലാ ദിവസവും ഇവിടെ ഏതൊരു കച്ചവടക്കാരോട് ചോദിച്ചാൽ എന്നെ പറ്റി പറഞ്ഞത് അതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ. ഇതാ വീട് നമ്മുടെ വെള്ളലൊരു പള്ളിയുണ്ട്, തൊടിയിലൊരു ക്ഷേത്രമുണ്ട്, അതിന്റെ തൊട്ടടുത്ത് തന്നെ വെള്ളല്. ഈ തൊട്ട നേരെ തന്നെ രാവിലെ 8 മണിക്ക് ഞാൻ ഇവിടെ എത്തും. 8 മണിക്ക് വന്നാൽ കാക്ക മാത്രം ഉണ്ടല്ലോ, കാക്കൊക്കെ ഭക്ഷണം എടുത്തു കഴിഞ്ഞ് ഞാൻ പണിക്ക് പോകും. പിന്നെ ടൈമിന് പിന്നെ ഒരു 4 മണിക്ക് വന്നാൽ ഈ സെൻട്രൽ കാടങ്ങ ബിസ്ക്കറ്റും അതൊക്കെ കൊടുത്ത് കാക്ക, അതും ആ ടൈമിന് കാക്കുണ്ടല്ലോ, വേറെ ഒന്നും ഉണ്ടാവില്ല. 15 വയസ്സിലും ഫോട്ടോ ഒക്കെ മനോരമയിലോ നിന്നിൽ തുടങ്ങിയല്ല, ആൾക്കാരിലേക്ക് നിന്നിൽ തുടങ്ങിയാണ്. ചെറുപ്പം മുതലേ ഇതിനോടുള്ള ബന്ധം, ഇതിനോടുള്ള ഒരു ഇതാണ്. മേടിച്ചു കൊടുക്കും ആൾക്കാർ. എന്നിട്ട് ആ സാധനം എന്താ ചെയ്യുക, ഒരു മുറുക്കടിച്ചിട്ട്
മണ്ണിലേക്ക് ഒഴിക്കപ്പെടും. ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കാനും ഒരു 2-3 ഫാമിലികൾ വന്നിട്ട് ഒരു പെപ്സിന്റെ കുപ്പി വാങ്ങിച്ചു കൊടുത്ത് 2-3 കുട്ടികൾ രസിച്ച് കുടിക്കാൻ വെള്ളത്തിൽ മണ്ണിൽ പാരി ഒഴിവാക്കിയില്ല. ആര് വരാണെങ്കിലും വരുന്നവരെ ഒരു സ്വസ്ഥത കൊടുക്കാൻ തോണ്ടി വെറുപ്പിക്കും. ആൾക്കാർ പാവത്തരം കണ്ടിട്ടാണ് കൊടുക്കണേ. കുട്ടികളല്ലേ, വയസ്സ് ഇപ്പൊ 50 വീട്ടില് 3 മക്കളുണ്ട്. ഒരാള് +2 പഠിക്കുന്നു, ഒരാള് സ്ക്രാപ്പ് പണിക്ക് പോണു, ഒരാള് ഇപ്പൊ അടുത്ത് പണിക്ക് കയറിക്കുന്നു. ഡെയിലി ഞാൻ എല്ലാവരും കൂലിപ്പണിക്ക് വിളിച്ചാൽ എല്ലാവരും ആക്രി സാധനമൊക്കെ വിളിച്ചെന്ന് ഓലെ കൊടുത്ത് പോവും. ആ പണിക്ക് ഞാൻ പോവും. അത് ഉണ്ടായാലും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ജോലിക്ക് പോവുള്ളൂ. അത് സ്ഥിരമായിട്ടുണ്ട്. ഇവിടുത്തെ ഏത് വണ്ടിക്കോട് ചോദിച്ചാൽ ഒരു ദിവസം തെറ്റൂല. ചോദിച്ചാൽ അറിയാം. അത് ഉച്ചക്ക് 2 മണിക്ക്, പിന്നെ ഒരു രാവിലെ 8 മണിക്ക്, പിന്നെ ഒരു 4 മണിക്ക് ഇവിടെ ഉണ്ടാവും. ബീച്ചിൽ ഞാനിപ്പോ ഒരു കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. അലങ്കാര മത്സ്യം എല്ലാവരും കണ്ടിട്ട് പോവാൻ നിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ എല്ലാവരും വേങ്ങി പോവാം. ഇത് കുട്ടികളുള്ളതാണ്, ചെറിയൊരു കച്ചവടമാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ജനങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഞാൻ ആർക്ക് വേണ്ടി ചെയ്യുന്ന, ഏതൊക്കെ വേണ്ടി ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി എടുത്തിട്ട് ജനങ്ങൾ വേങ്ങി പോയാൽ മതി. അല്ലാതെ വേങ്ങാതെ പോകരുത് ആരും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഇതൊരു 5 മണിക്ക് ഞാൻ ഓപ്പൺ ആക്കും. എന്നിട്ടൊരു രാത്രി ഒരു 11:30 ആകുമ്പോഴേക്ക് ഞാൻ കൂട്ടും. അത് ഇവിടെ ഇതുവരെ ഇവിടെ ഏത് ആൾക്കാർ വന്നു നോക്കിയാൽ, ഏത് ആൾക്കാരോട് ചോദിച്ചാൽ ബീച്ചിൽ വന്നിട്ട് തെരുവ് നായ്ക്കൾ സ്ഥലം ഉണ്ടാക്കുന്ന ഒരു കുട്ടികളും കണ്ടിട്ടില്ല. പിന്നെ ഒരുപാട് ഒറ്റപ്പെട്ട് വരുന്ന ആൾക്ക് നായണ്ടി മന്ദികേരം ചെയ്തിട്ടൊക്കെ നാടെടുത്തിട്ട് അത് ഇവിടെ ഏതൊക്കെ നായ്ക്കൾ വന്നാൽ പരിചയമില്ലാത്ത ഇത് ജനങ്ങളെ കണ്ട് ശീലിച്ച ഇവിടെ ഒരാൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ പല സ്ഥലത്ത് പല അപകടകാരിയല്ലേ. ഒരുപാട് ആൾക്കാരെ ശല്യം ചെയ്യുന്നുണ്ട്. ഒരാൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഭയങ്കര മുമ്പിലായിട്ടാണ്. ഇതൊന്നും ചെറിയ കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങി കൊടുത്തിട്ട് കുട്ടികള് വേസ്റ്റിലേക്കാണ് ഇട്ടത്. ഇതിപ്പോ ഒരാൾ പെപ്സി വാങ്ങി കൊടുത്ത് ഒരു 2 കുപ്പി ഒരു തുള്ളി കുടിച്ചിട്ട് കംപ്ലീറ്റ് ആൾക്കാർ ഒരുപാട് കാണികൾ കണ്ടിരിക്കുകയാണ് ആ മണ്ണിൽ ഒഴിവാക്കുന്നത്. വേസ്റ്റ് ആക്കാണ് കഴിക്കുന്നത്. ഫാമിലി അവിടെ വരുമ്പോൾ രാവിലെ ചായ വെച്ചു കൊടുത്ത് ആ ചായ കുടിക്കാതാണ് കുട്ടികൾ പോയത്. കടിയൊക്കെ അവിടെ വെച്ചിട്ട് പോലിക്ക് എത്ര വിഷമങ്ങളുണ്ടാവും. പാവല്ലേ കുട്ടികളല്ലേ, വിഷപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. എന്നിട്ട് ആ ചായയൊക്കെ കുടിക്കാതെ പോയി. ആ കടിയൊക്കെ അവിടെ ഇട്ടിട്ട് താഴ്ത്തിട്ടിട്ട് അടിയുണ്ടാക്കാണ് ലോകത്ത്. വിശപ്പ് അറിയുന്നവർക്ക് വിശപ്പിന്റെ വില അറിയില്ലെന്ന്. നമുക്കൊക്കെ കണ്ടിട്ട് കണ്ണീര് വരെയാണ്. പലസ്തീന്റെ മക്കളെ കണ്ടിട്ട് ഒരു ദുരന്തം, അങ്ങനത്തെ ദുരന്തം ഒരു നാട്ടിലില്ലാതെ കിട്ടെ. ഒരു ദുരന്തവും അവിടെ ചെറിയ കുട്ടികൾ മണ്ണ് ഇതാക്കണ്, വയറുമേല് കല്ല് കെട്ടി നടക്കുന്ന നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് എത്ര സുഖമാണ്. ഇതാരും ചിന്തിക്കുന്നുണ്ടോ? അവനാർക്ക് വരുമ്പോൾ അതിന്റെ വിശപ്പ് എന്താണെന്ന് അറിയുള്ളൂ. ഒരു നാട്ടില് യുദ്ധം ഇല്ലാതെ കിട്ടെ, യുദ്ധം എടുത്തെറിഞ്ഞ് പോണം ഭൂമിയിൽ നിന്നും. വേറെ ഒന്നും പറയാനില്ല ആരോടും. പലസ്തീന്റെ മക്കൾക്ക് ഒരു നല്ലൊരു മോചനം കിട്ടട്ടെ, നമുക്കത് മാത്രമേ പറയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.